ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. രാജു നന്ദിനിയൊക്കെ എവിടെ? നന്ദിനി രാവിലെ പച്ചക്കറി വാങ്ങാൻ പോയതാ മാഡം, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. രാജേട്ടൻ അവളെ തിരക്കി പോയതാ. ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള വഴി അറിയില്ലേ? ഈ രാജു ഉണ്ടല്ലോ, അവന് നന്ദിനിയോട് ആരാധനയും ബഹുമാനവും ഒക്കെ ഇത്തിരി കൂടുതലാ. നമ്മളൊക്കെ നന്ദിനിയെ വേലക്കാരി എന്ന് പറഞ്ഞാലും അവൻ മാത്രം നന്ദിനിയെ സൂര്യയുടെ ഭാര്യ എന്ന് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, ചില നേരത്ത് നമ്മളെ കുറിച്ചൊക്കെ കാര്യമായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവളോട്. അല്ലടി കനകെ? മാഡം, ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. നീ ഒരു പഞ്ചപാവം. നീ ഒരു കാര്യവും അറിയാറില്ല. ഈ അടുക്കളയിലേക്ക് എത്തിക്കഴിഞ്ഞാലേ എല്ലാം ഒറ്റക്കെട്ട. മതി മതി, അന്വേഷിച്ച് തേടി പിടിച്ച് കൊണ്ടുവരട്ടെ. സാറേ, സൂര്യ സാറേ, 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 മാഡം, മാഡം, സൂര്യ സാറും എതി സാറും. എന്താ കാര്യം? ഞാൻ നന്ദിനിയെ തിരക്കി പച്ചക്കറി കടയിൽ പോയിരുന്നു. നന്ദിനി അവിടെ നിന്ന് ഇറക്കിയിട്ട് 2 മണിക്കൂറായി. അതിനെന്താ? അവൾക്ക് വഴിയിൽ കയറാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും കാണും. അല്ല മാഡം, നേരെ ഇങ്ങോട്ട് വന്നെന്നാ പറഞ്ഞ. ഞാൻ സാറിനോട് വിവരം ഒന്ന് പറയട്ടെ. നിക്ക്. എന്താ മാഡം? നീ അവളുടെ ഫോണിൽ വിളിച്ചു നോക്കിയോ? വിളിച്ചു നോക്കി മാഡം, കിട്ടുന്നില്ല. പോയവര് തിരിച്ചു വരും. ഇനിയിപ്പോ അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. രാവിലെ ഒന്ന് അകത്തിരിക്കേ. അല്ല മാഡം, എന്തെങ്കിലും അപകടമോ മറ്റോ? എന്തപകടം? അവളെന്താ ചത്തുപോവോ? ഇനി അഥവാ ചത്തുപോയാൽ തന്നെ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അങ്ങനെയൊന്നും പറയല്ലേ സാറേ. ഒരാളെ കാണാതാവുമ്പോഴാണ് പക തീർക്കുന്നത്. പിന്നെ എപ്പോഴാ പക തീർക്കേണ്ടത്? അതൊന്ന് പറഞ്ഞു തന്നെ. സൂര്യ സാറേ, നന്ദിനി പച്ചക്കറി വാങ്ങാൻ പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നന്ദിനിയെ പച്ചക്കറി വാങ്ങാൻ വിടാൻ തന്നോട് ആരാ പറഞ്ഞ? നന്ദിനിയെ ഒരിടത്തേക്കും പറഞ്ഞയക്കരുന്ന് ഞാൻ തന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞതാ സാറേ, കേൾക്കാതെയാണ് പോയത് സാറേ. അവൾക്കല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആരും പറഞ്ഞ അനുസരിക്കുന്ന ശീലം ഇല്ലല്ലോ. അനുസരിക്കേണ്ടെന്നല്ലേ പറഞ്ഞു കൊടുത്തേക്കുന്നത്. പിന്നെങ്ങനെയാ? കടയിൽ ചെന്നപ്പോ അവരെന്താ പറഞ്ഞത്? സാറേ, അവിടുന്ന് സാധനം വാങ്ങിയിട്ട് 2 മണിക്കൂറായി പോയിട്ടെന്ന്. അത് പറഞ്ഞപ്പോ എനിക്ക് പേടിയായി. 1-2 തവണ നന്ദിനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതല്ലേ. അത് പിന്നെ സൂര്യ, നീ വന്നേ. ഒന്ന് നിന്നേ. കമ്പനിയുടെ അധികാരമൊക്കെ എടുത്ത് കൊടുത്തതാ. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്ത് മുങ്ങിക്കളഞ്ഞോന്ന് ആർക്കറിയാം. അതെ, നന്ദിനി ഇവിടുന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അത് സൗകര്യം പോലെ നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം.